മോഹൻലാലിനെ നായകനാക്കി BM ബിനു സംവിധാനം ചെയ്ത് 2003 പുറത്തിറങ്ങിയ ചിത്രമാണ് ബാലേട്ടൻ. അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ എന്ന ബാലേട്ടനായി മോഹൻലാൽ നിറഞ്ഞാടിയ ചിത്രം വൻ വിജയമായിരുന്നു. തിയേറ്ററുകളിൽ 200 ദിവസത്തിലധികം ഓടിയ ബാലേട്ടൻ ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായിരുന്നു. മോഹൻലാലിന് പുറമെ ദേവയാനി, നെടുപിടി വേണു, അരിശ്രീ അശോകൻ, റിയാസ് ഖാൻ, ഇന്നസെന്റ്, ജഗതി ശ്രീകുമാർ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. ഇതിൽ ഭദ്രൻ എന്ന വില്ലൻ വേഷത്തിൽ ആയിരുന്നു റിയാസ് ഖാൻ എത്തിയത്. മോഹൻലാലിനോട് റിയാസ് ഖാന് പിടിച്ചു നിൽക്കാനാകുമോ എന്ന ചില മോഹൻലാൽ ഫാൻസ് സംശയം ഉണ്ടായിരുന്നുവെന്നും വില്ലനെ മാറ്റണോ എന്ന് ചിലർ ചോദിച്ചിരുന്നുവെന്നും സംവിധായകൻ BM ബിനു പറയുന്നു. എന്നാൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഓക്കെ ആക്കാമെന്ന് മറുപടി നൽകിയായിരുന്നുവെന്നും ശോഭി തിലകനാണ് റിയാസ് ഖാന് ഡബ് ചെയ്തത് എന്നും അദ്ദേഹം പറഞ്ഞു. ഡബിങ്ങിന് ശേഷം റിയാസിന്റെ സീനുകൾ കണ്ടപ്പോൾ നന്നായിട്ടുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞുവെന്നും പിന്നീട് സിനിമ തമിഴിലേക്ക് റീമേക്കിന് ശ്രമിച്ചുവെങ്കിലും നടന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാലേട്ടൻ നായകനൊപ്പം ചിത്രത്തിൽ ഏറെ പ്രധാനമുള്ള കഥാപാത്രമാണ് റിയാസ് ഖാൻ അവതരിപ്പിച്ച ഭദ്രൻ. മസിലൊക്കെയാണെങ്കിലും കാഴ്ചയിൽ വലിയ സൈസില്ലാത്ത നടനാണ് റിയാസ് ഖാൻ. മോഹൻലാലിനോട് പിടിച്ചു നിൽക്കാൻ റിയാസ് ഖാന് കഴിയുമോ എന്ന് ഷൂട്ടിങ്ങിനിടെ സെറ്റിലെത്തിയ ലാൽ ഫാൻസ് എന്നോട് സംശയം ചോദിച്ചു. വില്ലനെ മാറ്റിയാൽ നന്നാകുമെന്ന് അവർ പറഞ്ഞു. ഞാനത് ഷൂട്ട് ചെയ്ത് പൊലിപ്പിക്കുമെന്ന് അവർക്ക് ഉറപ്പുകൊടുത്തു. റിയാസ് ആണെങ്കിൽ ലാലേട്ടന് മുന്നിൽ നിൽക്കുമ്പം പോലും പേടി. പോടാ ബാലേട്ട എന്ന് ലാലേട്ടന്റെ നേരെ നോക്കി റിയാസ് പറയുന്ന സീൻ 15 ടേക്ക് എടുക്കേണ്ടി വന്നു. ഷൂട്ട് കഴിഞ്ഞപ്പോൾ റിയാസ് ഖാന് ആര് ഡബ് ചെയ്യും എന്നായി ചർച്ച. ഒടുവിൽ ഷമ്മി തിലകനാണ് ശോഭിയുടെ കാര്യം പറഞ്ഞത്. അങ്ങനെയാണ് ശോഭി വന്ന് റിയാസ് ഖാന് ശബ്ദം ഗാംഭീര്യത്തോടെ ഡബ് ചെയ്തു. അത് കഴിഞ്ഞാണ് ലാൽ ഡബ് ചെയ്തത്. റിയാസ് ഖാന്റെ സീൻ കണ്ട് ഗംഭീരമെന്ന് മോഹൻലാൽ പറഞ്ഞു. ബാലേട്ടൻ സൂപ്പർ ഹിറ്റ് ആയതോടെ അതിന്റെ തമിഴ് റീമേക്കിനായി ഓസ്കാർ ഫിലിംസിന്റെ രാമചന്ദ്രൻ എന്നെ സമീപിച്ചു. കാർത്തികിനെ നായകനാക്കി ചിത്രം തമിഴിൽ ഒരുക്കാനായിരുന്നു പ്ലാൻ. ഞാൻ തമിഴ് ഇൻഡസ്ട്രിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അതിനിടയിൽ മണിസാറിന്റെ ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്താലോ എന്ന ചിന്ത വന്നു. അങ്ങനെ ഓസ്കാർ ടീം പിന്മാറി. ഒടുവിൽ പല കാരണങ്ങൾ കൊണ്ടും 2 പ്രൊജക്റ്റുകളും നടക്കാതെ പോയി. BM ബിനു പറഞ്ഞു.